ചെയിൻസിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ചെയിൻ ഒരുപാട് ടൈറ്റ് ആകാനും പാടില്ല, എന്നാൽ ചെയിൻ ഒരുപാട് ലൂസ് ആകാനും പാടില്ല. ചെയിൻ ഒരുപാട് ടൈറ്റ് ആണെങ്കിൽ നമ്മൾ ഈ കുണ്ടും കുഴിയൊക്കെ ചാടുമ്പോഴത്തേനും വണ്ടിയുടെ ചെയിൻ സ്ട്രെച്ച് ആകാനും അത് സ്നാപ്പ് ആകാനും ഒക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ചെയിൻ ലൂസായ ഒരുപാട് ലൂസ് ആകാനും പാടില്ല. ചെയിൻ ഒരുപാട് ലൂസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്പ്രോക്കറ്റിൽ നിന്ന് ഊരിപ്പോകാനും പിന്നെ ഭയങ്കര നോയ്സ് ഉണ്ടാകാനും പിന്നെ ചെയിൻ ഓവർലാപ്പ് ആകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ കമ്പനി റെക്കമെൻഡ് ചെയ്തേക്കുന്ന ചെയിൻ സ്ലാക്കാണ് കേട്ടോ നമ്മുടെ വണ്ടിക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള ടൂൾസ് വേണം കേട്ടോ. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ടേപ്പാണ്, പിന്നെ ഇത് ബോക്സ് സ്പാനറാണ്, പിന്നെ ഒരു ഡബിൾ എൻഡ് സ്പാനർ സെറ്റാണിത് 12 പീസിൻ്റെ സ്റ്റാൻലിയുടെ, പിന്നെ ഇതൊരു ടോർക്ക് റെഞ്ചാണ് ഗൈസ്. അപ്പോൾ സ്ക്രാംബ്ലറിന് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ചെയിൻ സ്ലാക്ക് 40 to 45 mm ആണ് കേട്ടോ. 40 to 45 mm. അപ്പോൾ പക്ഷെ ഞാനിപ്പോൾ ഇതിൻ്റെ ചെക്ക് ചെയ്തപ്പോഴത്തേനും ഒരു 50 mm ഉണ്ട്. അപ്പോൾ ആ ഒരു 5 mm സ്ലാക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ഈ നട്ട് ലൂസ് ചെയ്യുക. ഈ നട്ട് ലൂസ് ചെയ്തതിന് ശേഷം ഈ ലോക്ക് നട്ട് ലൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. 98 Newton meter ആണ് കേട്ടോ നമ്മുടെ ഇത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ സ്കെയിൽ ഇത് അഡ്ജസ്റ്റിങ്ങിന് ഉള്ള സ്കെയിലുമാണ്. അത് വെച്ചിട്ട് കറക്റ്റായിട്ട് 98 Newton meter നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ടോപ്പ് റെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് 98 Newton meterൽ. കണ്ടോ, ഇപ്പോൾ ആ കേട്ട ശബ്ദം കണ്ടോ, അതാണ് ക്ലിക്ക് സൗണ്ട്. ആ ക്ലിക്ക് സൗണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടൈറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ 98 Newton meterലേക്ക് നമ്മൾ ഈ സ്പിൻഡിൽ ടൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൾ ഗുഡ്.